രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ കൂടുതൽ ശബ്ദരേഖ പുറത്തുവന്നു. ഗർഭഛിദ്രം ചെയ്യാൻ യുവതിയെ ഭീഷണിപ്പെടുത്തുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന ശബ്ദരേഖയാണ് പുറത്തായത്. ഗർഭഛിദ്രം ചെയ്തില്ലെങ്കിൽ തന്റെ ജീവിതം തകരുമെന്ന് രാഹുൽ പറയുന്നു. യുവതിയുടെ പേരെഴുതി വെച്ച് ബാൽക്കണിയിൽ നിന്ന് ചാടിച്ചാകും. കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് കരുതുന്നതെന്നും രാഹുൽ ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്ത് ചെയ്യും? താൻ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് എന്തെന്നും പറഞ്ഞു കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരത്തില്ല. അതിന് സേഫ് ആക്കും. ഇവിടെ കൊണ്ടുവന്ന് താൻ കൊന്നു കളയെന്ന് എനിക്കറിയാം. അല്ല, താൻ എന്താണോ സിനിമ കാണുകയാണോ ഇത്? സിനിമ ഇത്രയും കണ്ടോണ്ടിരുന്നല്ല, സിനിമയായിരുന്നല്ലോ. ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ ഇത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരാള് സമ്മതിച്ചു. ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത്, അതൊന്നും തനിക്കറിയണ്ട. എനിക്ക് തന്റെ ഫ്യൂച്ചർ, തന്റെ ജീവിതം, തന്റെ കാര്യം, എല്ലാം തന്റെ കാര്യം. അത് മാത്രം. ഞാൻ എന്റെ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എനിക്ക് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നെക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. അത് എന്റെ സ്നേഹമാണ്, തന്റെ പോലത്തെ സ്നേഹമല്ല. അത് ഞാൻ നോക്കിക്കോളാം. എനിക്ക് നല്ല അന്തസ്സായിട്ട് എന്നെ വളർത്താൻ പറ്റും. തന്റെ ഒരു സഹായം അതിന് ആവശ്യമില്ല. ഭ്രാന്ത് ഉണ്ടാക്കി തന്നിട്ട് ഇനിയിപ്പോ ഞാൻ എന്ത് ഭ്രാന്ത് കാണിക്കുന്നുണ്ടോ? തന്നോട് എന്താണോ ചെയ്തത്? താനല്ലേ എന്നോട് ചെയ്യുന്നത്. താൻ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം എപ്പോഴും. ഞാൻ എന്ത് ചെയ്തെന്നാണോ പറയുന്നത്? ഞാനിപ്പോ ചെയ്യുന്നത് എന്റെ മനുഷ്യത്വത്തിന് എന്റെ ശരിയാണ്. അത് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തന്റെ ലൈഫ് തകരത്തില്ല. തന്റെ ലൈഫ് എടോ, ഞാൻ ഒരു പണിയും ചെയ്യില്ല. തനിക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ ഞാൻ മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞല്ലോ. എന്തിനാ? എന്നെ സ്നേഹം കൊണ്ടല്ല താൻ കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലപോലെ അറിയാം. തന്റെ ടെൻഷൻ മാറി കിട്ടണം. അതിന് ഞാനൊരു വസ്തുവാണ്. എന്നിട്ട് എന്തെങ്കിലും കളിക്ക് തന്ന് കൊല്ലാനാണോ? എനിക്ക് കൊന്നേരം. അതാ തനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യല്ലേ? എന്നിട്ട് താനങ്ങ് മിടുക്കനായിട്ടങ്ങ് പോവോ? കൊന്നിട്ട് താൻ എന്താ ചെയ്ത്?